ഡോക്ടർ, എനിക്കിപ്പോൾ 45 വയസ്സുണ്ട്. എൻ്റെ ഉദ്ധരണശേഷി കുറഞ്ഞു വരുന്നു. പഴയതുപോലെ ഉദ്ധരണം നടക്കുന്നില്ല. അത് കാരണം ഞാൻ വയാഗ്ര മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട്. വയാഗ്ര മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഉദ്ധരണം നടക്കുന്നുണ്ട്. മെഡിസിൻ കണ്ടിന്യൂസ്ലി ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? ചെറുപ്പക്കാരുടെ ഇടയിലും ഇത് ഒരു റെക്രിയേഷണൽ രീതിയിൽ വയഗ്ര പോലെ ഇതിന് ഞങ്ങൾ PDE5 ഇൻഹിബിറ്റേഴ്സ്, ഫോസ്ഫോഡൈഎസ്ട്രേസ് എൻസൈം 5 ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞ ഒരു ഇനം മരുന്നുകളിൽ പെടുന്നതാണ് ഈ സിൽഡനഫിൽ, ടെഡലഫിൽ, വെർഡനഫിൽ എന്നൊക്കെ പറഞ്ഞ മരുന്നുകൾ. ഇത് ഈ ഉദാഹരണശേഷി കൂട്ടാൻ ഞങ്ങൾ കൊടുക്കുന്ന മരുന്നാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും ഓർമ്മ വയ്ക്കണം, ദാറ്റ് ഇറ്റ് ഈസ് എ പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ മീൻസ് ഒരു ഡോക്ടർ നിർദ്ദേശിച്ചത് മാത്രമാണ് നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ബിക്കോസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മരുന്നുകൾ ആക്ട് ചെയ്യുന്നത് നമ്മുടെ രക്തധമനികളെ മുഴുവൻ വികസിപ്പിക്കും. ലിംഗത്തിലേക്കുള്ള അത് വികസിപ്പിക്കാനാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അതോടൊപ്പം ബാക്കിയുള്ള മീൻസ് നമ്മുടെ ഹൃദയത്തിലേക്കുള്ള രക്തധമനികൾ, ബ്രെയിനിലേക്കുള്ള രക്തധമനികൾ, ബാക്കിയുള്ള രക്തധമനികൾ എല്ലാം വികസിപ്പിക്കും. അപ്പം അങ്ങനെ വികസിപ്പിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഇപ്പോൾ ഹൃദ്രോഗമുള്ള ആൾക്കാർ അവർ ഓൾറെഡി വേസോ ഡയലറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രക്തധമനികളെ വികസിപ്പിക്കാനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതോടൊപ്പം ഈ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ സഡൻ വേസോ ഡയലറ്റേഷൻ അതേപോലെ അതുകൊണ്ട് ഒരു വാസ്കുലോജനിക് ഷോക്ക് പോലെയോ അല്ലെങ്കിൽ പെട്ടെന്ന് BP കുറഞ്ഞു പോയി ഒരു അബോധാവസ്ഥയിലേക്ക് പോവാം. ചിലവരിൽ ഇത് എക്സ്ട്രീംലി എക്സ്ക്രൂഷിയേറ്റിംഗ് തലവേദനകൾ പ്രൊഡ്യൂസ് ചെയ്യാം. ഒരു പ്രോപ്പർ നിർദ്ദേശം ഇല്ലാണ്ടാണ് ഉപയോഗിക്കുകയെങ്കിൽ ഇങ്ങനത്തെയൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവാം. ആൻഡ് ദി അതർ തിങ് ഈസ് ചിലവരിൽ ജന്മന ഈ ലിംഗത്തിൻ്റെ കുറച്ച് അനോമലീസ് ഉണ്ടാവാം. എന്ന് പറഞ്ഞാൽ ഈ ലിംഗത്തിൽ ഒരു വളവോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഒരു അനാറ്റമിക്കൽ ഡിഫക്റ്റ് ഉള്ളവർക്ക് ഈ മരുന്ന് എടുക്കുമ്പോൾ അവർക്ക് എക്സ്ട്രീംലി ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഉദാഹരണമോ അല്ലെങ്കിൽ ഒരു ഇറക്ഷൻ വരാം. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഒരു മെഡിക്കൽ ഹെൽപ്പ് വരെ തേടേണ്ട ആവശ്യം വരും. ബിക്കോസ് അത് പിന്നെ ആ വേദന ഇത് ലിംഗം ഫ്ലാസിഡ് ആവണ വരെ ആ വേദന നിൽക്കും. അത് ചിലപ്പം 1-2 മണിക്കൂറുകളോളം അങ്ങനെ നിൽക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഒരിക്കലും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശമില്ലാണ്ട് ഈ മരുന്ന് ഒരു റെക്രിയേഷണൽ ഇതിന് ദയവ് ചെയ്ത് ഉപയോഗിക്കരുത്.